പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ദിനം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര തന്നെ വ്യത്യസ്തരെ തേടിയുള്ള, വ്യത്യസ്തരായ അതിഥിയെ തേടിയുള്ള യാത്രയാണ്. ഇന്ന് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അല്ലെങ്കിൽ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ക്യാമറ കണ്ണിന് മുന്നിലേക്ക് വ്യത്യസ്തനായ ഒരു അതിഥി വരട്ടെ എന്നുള്ള അല്ലെങ്കിൽ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്നു. ആ സ്ഥലത്തേക്ക് നമ്മുടെ വ്യത്യസ്തനായ അല്ലെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ കോളിലെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയാവുന്നു. ഇദ്ദേഹം പറഞ്ഞ് ഈ ചപ്പിനകത്ത് എവിടെയോ ഇതുണ്ട് എന്നുള്ള പറയും. എന്തായാലും നമുക്ക് നോക്കാം. ചപ്പിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിഥി നമ്മുടെ രാജവെമ്പാലയാണോ അഥവാ അതേ ഇനി മറ്റെന്തെങ്കിലും വരും. എന്തായാലും ഇന്നലെ ഈ സുപ്രഭാതം ഞാൻ കിടന്നപ്പോൾ 3:30 മണിയായി. 3:30 മണിക്ക് കിടന്ന ഉടനെ കണ്ടതൊരു രാജവെമ്പാലയെ പിടികൂടുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. പക്ഷേ എന്തായാലും രാജവെമ്പാല ആവാൻ സാധ്യതയില്ല. കല്ലമ്പലത്ത് എന്തായാലും രാജവെമ്പാല ഇല്ല. എന്നാലും ഇന്നത്തെ നമ്മുടെ യാത്ര 100ാമത്തെ കിങ് ഓവർ കഴിഞ്ഞ ഭാഗങ്ങളിൽ നിങ്ങൾ കണ്ടു. 101ാമത്തെ കിങ് ഓവർ ചിലപ്പോൾ ഇന്നോ അടുത്ത ഷൂട്ടിംഗ് ദിവസം അല്ലെങ്കിൽ അടുത്ത യാത്രാ ദിവസമോ കിട്ടുമെന്ന് വിചാരിക്കും. നമുക്ക് എന്തായാലും ഈ ചപ്പിനകത്ത് നമ്മുടെ ഈ അതിഥി ഉണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ പ്രിയ സുഹൃത്ത് വിളിച്ചത് എന്തായാലും പാമ്പെന്നാണ് പറഞ്ഞത്. എന്തായാലും പാമ്പല്ല, ഇതൊരു ചേരയാണ്. ചട്ട പൊഴിക്കാറായ, പടം പൊഴിക്കാറായ, സ്കിൻ ഷെഡ് ചെയ്യാറായ ചേരയാണ്. ഇത് സാധാരണ നമ്മളെ പറമ്പിൽ ഉണ്ടെങ്കിലും നമ്മൾ പേടിക്കേണ്ട. ഇപ്പോൾ ചിലപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ അമ്മമാർ പറയുന്നുണ്ട് കോഴിയെ പിടിക്കാൻ വന്നതായിരിക്കും. ഇനി നമ്മുടെ ഇവിടെ നിൽക്കുന്ന അമ്മമാരുടെ കഥകളുടെ ഒരു കൂമ്പാരമായിരിക്കും. എന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ കോഴിയുണ്ട്. ഇനി അവർ ആ കോഴിയെ വിൽക്കുന്നത് വരെ, മുഴുവൻ കോഴിയും വിൽക്കുന്നത് വരെ അവർ ഈ കഥ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും കോഴിയും ചേരയായിട്ട് യാതൊരു ബന്ധവുമില്ല. കോഴിക്കുഞ്ഞിനെയോ കോഴിയെ പിടിക്കുന്ന പാമ്പല്ല, പാമ്പ് വർഗ്ഗമല്ല ചേരകൾ. സാധാരണ കോഴിയെ പിടിക്കുന്ന ചേര മൂർഖൻ, പെരുമ്പാമ്പ് എന്നിങ്ങനെ പാമ്പുകളാണ് കോഴിയെ പിടിക്കുന്നത്. ചേര കോഴിയെ പിടിക്കുന്ന ജീവിയല്ല. പിന്നെ വലിയ സൈസുള്ള ചേരകൾ ചിലപ്പോൾ കാടയുടെ മുട്ടയൊക്കെ കഴിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ സൈസുള്ള ചേര. ഇതൊരു കുഞ്ഞു ചേരയാണ്. ഇതിൻ്റെ കളറ്, ഈ കളറ് നമുക്കറിയാം, ഒരു ചാര കളർ. ഇത് സാധാരണ ചേരയുടെ കളർ ഇതല്ല, ഇത് ചട്ട പൊഴിക്കാറായിരിക്കും, സ്കിൻ ഷെഡ് ചെയ്യാറായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ണിൽ ഈ വെള്ള പാട മൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ്. നല്ല വെള്ള പാട മൂടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും പേടിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചേര തന്നെ. പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ നല്ലതായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി മുറിവുകൾ, ഒരു 10-12 മുറിവുകളാണ് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കാണുന്നത്. എല്ലാം എറിയുടെയും അടിയുടെയും പാടുകളാണ്. എനിക്ക് ഇടയ്ക്ക് മണ്ണെണ്ണ വീണൊരു ചെറിയ ഇതും കാണുന്നുണ്ട്. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ സാധുവായ ജീവിയെ കഴിവിൻ്റെ പരമാവധി ഉപദ്രവിക്കാതിരിക്കുക. ചേര വീട്ടിൽ വന്നു എന്ന് പറഞ്ഞ് വേറെ അപകടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കോഴിയെ പിടിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം കഥകൾ മാത്രമാണ്. എന്തായാലും എനിക്ക് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നൊരു പാമ്പിനെ എടുത്തിട്ട് വരുന്ന വഴി പാമ്പിനെ പിടിക്കാനായി നിന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ വാമനാപുരം എന്ന് പറയുന്ന സ്ഥലത്തൊരു പാമ്പ് വീട്ടിൽ കയറിയെന്ന് പറഞ്ഞു. അവരതിനെ ഒരു ബോട്ടിലാക്കി വെച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ പാമ്പിനെ എടുക്കാനായിട്ട് മറന്നുപോയി. ഒരു പാമ്പിനെ പിടിച്ച് വെച്ചിട്ട് വന്നെടുക്കുക നമ്മളെപ്പോലുള്ള ജോലിയല്ല. കാരണം പാമ്പ് ഒരു വീട്ടിൽ കടന്നാൽ അതിനെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലിയല്ല, നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ യാത്ര. അപ്പോൾ ഞാൻ ആ പാമ്പിനെ എടുക്കാനായിട്ട് വന്നപ്പോൾ ആ പാമ്പിനെ ഒരു ബോട്ടിലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവർ രണ്ടുപേർ പറഞ്ഞതില്ല, ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത്
അവിടെ 2 വ്യക്തികൾ വളരെ മോശമായിട്ട് പെരുമാറുകയുണ്ട്. ഒന്ന്, ഒരു ചെറുപ്പക്കാരൻ പറയുകയുണ്ട്, എന്താ നിങ്ങൾ പാമ്പിനെ പിടിച്ച് വെച്ചാൽ എടുക്കാൻ വന്നിടാത്ത കാര്യം എന്താണ്, നിങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. എന്നെ ഒരു സർക്കാർ നിയമിച്ചിട്ടുള്ളതല്ല, എന്നെ ഒരു സംഘടനയും നിയമിച്ചിട്ടുള്ള ഒരാളല്ല, എനിക്ക് ശമ്പളം സർക്കാർ തരുന്നില്ല, ഞാൻ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങി ഒരു സംഘടനയും ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഈ സാധുജീവി നാളെ പ്രകൃതിക്ക് അനിവാര്യമാണെന്നും സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണെന്നും നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഭൂമിയിൽ വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർ കുറേ ആൾക്കാർ മെനക്കെട്ട് ഇതിൻ്റെ പിറകെ പോകുന്നത്. ഞാനൊക്കെ ഒരിക്കലും ധനം മോഹിച്ച് പോകുന്നൊരു വ്യക്തിയല്ല. പക്ഷേ മനസ്സിലാക്കണം, ഇത് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ തിരുവനന്തപുരത്ത് 1-2 പേരുണ്ട്. അത് അവരുടെ ഒരു സർക്കിളിൽ മാത്രമേ അവർ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ 14 ജില്ലകളിലും സഞ്ചരിക്കുകയാണ്. എന്തായാലും ആ ഒരു തെറ്റായ ധാരണ, സർക്കാർ എന്നെ നിയമിച്ചിരിക്കുന്നു, എനിക്ക് ശമ്പളം സർക്കാർ തരുന്നു എന്നുള്ളൊരു ധാരണ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ കൗമുദി ടിവിയുടെ പ്രേക്ഷകർക്ക് എന്തായാലും അങ്ങനെ ഒരു ധാരണയില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ മനസ്സിലൊരു മാറ്റം വേണം. എന്തായാലും നമ്മൾ ഇതിനെ പിടിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇവിടുത്തെ അമ്മമാർ സമ്മതിക്കുകയാണെങ്കിൽ, ഇവിടുത്തെ സുഹൃത്തുക്കൾ സമ്മതിക്കുകയാണെങ്കിൽ ഈ നിരുപദ്രവകാരിയായ ഈ സാധു ജീവിയെ നമുക്ക് ഇവിടെ തന്നെ തുറന്നു വിടാവുന്നുള്ളതേ ഉള്ളൂ. കാരണം പാമ്പ്, പണ്ട് നമ്മൾ അമ്മമാർ പറയും ചേര വീട്ടിൽ വരണത് നല്ലതാണെന്ന് പറയാൻ കാരണം എന്താണ്? ചേര വീട്ടിൽ വരുമ്പോൾ എലിയും തവളയൊക്കെ ചേര പിടിക്കുന്നത് കൊണ്ട് മറ്റ് വനമുള്ള പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരികയില്ല. പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ സുഖം അന്വേഷിക്കാനല്ല, ഭക്ഷണം തേടി മാത്രമാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇവിടെ ഭക്ഷണം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തവളയും പല്ലിയും എലിയുമാണ് പാമ്പുകളുടെ ഭക്ഷണം. അപ്പോൾ ചേര വന്ന് തവളയും എലിയും പിടിക്കുന്നത് കൊണ്ട് മറ്റ് വനമുള്ള പാമ്പുകൾക്ക് ആ ഭാഗത്തേക്ക് വരേണ്ടതില്ല. അപ്പോൾ അത് ചേര ഉപദ്രവകാരിയുടെ നിരുപദ്രവകാരിയാണ്. ചേര ചിലപ്പോൾ ചവിട്ടിയാൽ കടിച്ചു വന്നിരിക്കാം, കടിച്ചു വന്നാൽ ഭയപ്പെടേണ്ടതില്ല. ചേരയുടെ കടിയായി പണ്ട് നമ്മൾ അമ്മ പറയും ചേര ചുറ്റും കഴുത്തിൽ ചുറ്റും എന്നൊക്കെയാണ് പറയും. ഇതെല്ലാം കഥകൾ മാത്രമാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു അതിഥിയെ വീട്ടിൻ്റെ പിന്നിൽ ഷെഡിൽ ചായ്പിൽ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ, അതേ നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെടുന്ന അതിഥിയാണോ എന്ന് നോക്കാം. പോകാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ഇവിടെയാണല്ലേ? ഇതിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് തന്നെ പോയി കാണും. എന്തായാലും നമ്മുടെ അതിഥിയെ ഈ വീടിൻ്റെ ഓണർ സാറന്മാരെ കണ്ടു എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഇവിടുന്ന് ഇങ്ങനെ എഴുതിനകത്ത് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് ഈ കുറച്ച് സാധനങ്ങൾ നമുക്കിതിനൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഇതിനകത്ത് അദ്ദേഹം ഉണ്ടോ, അതേ വേറെ എങ്ങോട്ടെങ്കിലും പോയോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ അതിഥി അവർ പറഞ്ഞതുപോലെ, വീടിൻ്റെ ഓണർമാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബോക്സിൻ്റെ സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം അദ്ദേഹത്തെ. നമ്മളെന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത്ര വലിയ അതിഥിയൊന്നുമല്ല. ഏകദേശം 8 മാസത്തിൽ താഴെ മാത്രം പ്രായം വരുന്ന ഒരു സാദാ സർപ്പം എന്ന സവിശേഷതകളുള്ള നാഗ് എന്ന് പേരുള്ള നല്ലാത്താൻ പാമ്പ് എന്ന തമിഴിൽ പേരടങ്ങുന്ന ഒരു അതിഥിയാണ്. ഇദ്ദേഹത്തിനെ മൂർഖൻ എന്ന് മലയാളത്തിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ നമ്മൾ ആരാധനയിൽ സർപ്പം എന്ന് ആരാധിക്കുന്ന അതിഥി ഇദ്ദേഹം തന്നെയാണ്. എന്തായാലും ഇദ്ദേഹത്തിന് 8 മാസത്തിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ.
ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നോക്കുക, ഒരു സ്വർണ്ണ നാഗമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. നോക്കുക, ഏകദേശം 2.5 അടിയിലേറെ നീളം വരുന്ന പെൺസർപ്പം, പെൺനാഗം, നല്ലാത്താൻ പാമ്പ് എന്നടങ്ങുന്ന അതിഥിയാണ്. ഇതിനെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ കാണാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണാനായിട്ട് സാധ്യത കുറവാണ്. കാരണം പറമ്പ് നല്ല വൃത്തിയായി കിടക്കുന്നു. തറയിലൊക്കെ മുറ്റത്തൊക്കെ ടൈല് പാകിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം വന്നത് എനിക്ക് തോന്നുന്നത് അടുത്ത 1-2 പറമ്പുകൾ ചപ്പ് കയറി കിടക്കുന്നുണ്ട്. ഇവിടെ ഈ വീട്ടിൽ താമസമുള്ളതുകൊണ്ട്, വേനൽ കൂടിയതുകൊണ്ട്, ഇവിടെ ഒരുപാട് ചെടികൾ ഗാർഡൻ ഉള്ളതുകൊണ്ട്, ഗാർഡനിൽ ഒരു വെള്ളം നനയ്ക്കുന്നത് കൊണ്ട് തവളയുടെ സാന്നിധ്യം, അതായത് ചൊറിയൻ തവള എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഫ്രോഗിൻ്റെ ആ തവളയുടെ സാന്നിധ്യം കൂടുതലായി കാണുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നത്. അതിന് ഭക്ഷണം തേടി വന്നതാണ്. അതുമാത്രം തവള ഇദ്ദേഹത്തിൻ്റെ വയറ്റിലുണ്ട്. അപ്പോൾ എന്തായാലും ഭയപ്പെടേണ്ടതില്ല. ഇത് ഒരു കുഞ്ഞു നാഗം, കുഞ്ഞു സർപ്പം, കുഞ്ഞു മൂർഖൻ, സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു കുഞ്ഞൻ അതിഥി തന്നെയാണ്. ഇദ്ദേഹത്തെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ തന്നെ ഇദ്ദേഹത്തോട് നമുക്ക് ആരാധന തോന്നും. കാണുക എന്നും പറഞ്ഞ് നിങ്ങൾ നാളെ ഇതിനെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാലും ഡെത്ത് സംഭവിക്കാം. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാലും ക്രിട്ടിക്കലാവാം. ഇദ്ദേഹത്തിന് ഇപ്പോൾ 8 മാസത്തിലേറെ പ്രായം മുതലുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വെനത്തിന് ക്വാണ്ടിറ്റി കൂടി വരികയാണ്. എന്തായാലും ഇദ്ദേഹത്തിന് നമ്മൾ പ്രേക്ഷകർ കാണുന്നു, പരിചയപ്പെടുന്നു. ഇതുപോലെ ഒട്ടനവധി സർപ്പങ്ങളെ, നാഗങ്ങളെ, മൂർഖന്മാരെ, അല്ലെങ്കിൽ നല്ലാത്തൻ പാമ്പിനെ, അല്ലെങ്കിൽ സ്പെക്ടിക്കിൾഡ് കോബ്രയെ, നാജ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന അതിഥിയെ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടതാണ്. ഓരോ പ്രാവശ്യം പരിചയപ്പെടുമ്പോഴും ഓരോ കുഞ്ഞന്മാർക്കും വ്യത്യസ്തമായ കളറും, അല്ലെങ്കിൽ വെറൈറ്റി കളർ, അല്ലെങ്കിൽ വേറെ കളറും അദ്ദേഹത്തിൻ്റെ ആ ശാന്തതയും ഒക്കെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നു. എന്തായാലും ഇനി വരുന്ന നാളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആരാധിക്കുന്ന സർപ്പങ്ങളുടെ എണ്ണം കൂടാൻ പോകുന്ന ഒരു സീസണാണ്. കാരണം പാമ്പുകളുടെ എണ്ണച്ചേരൽ സമയം ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ 2017 2016 അവസാന കാലഘട്ടം, നവംബർ, ഡിസംബർ, 2017 ജനുവരി പാമ്പുകളുടെ എണ്ണച്ചേരൽ സമയമാണ്. ഇനി അങ്ങോട്ട് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി അവസാനം, മാർച്ചൊക്കെ ഇവ മാളങ്ങളിൽ മുട്ട നിക്ഷേപിക്കുന്ന സമയമാണ്. മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ് മാസങ്ങൾ മൂർഖൻ പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയമാണ്. അണലി പ്രസവിക്കുന്ന സമയമാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇതുപോലൊരു അതിഥിയെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ അതിഥിയെ ബോട്ടിലാക്കിയതിന് ശേഷം ഈ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് മറ്റൊരു വ്യത്യസ്തനായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം അംഗങ്ങളൊന്നും ജോലി ചെയ്ത് ക്ഷീണിച്ചില്ല എങ്കിലും വെയിലിൻ്റെ ചൂട് കൊണ്ട് ക്ഷീണിക്കുകയാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം അടുത്ത വ്യത്യസ്തനെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. പാപ്പനംകോട് കഴിഞ്ഞ് കാരക്കാമണ്ഡപത്തിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് മേലാങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കടുത്ത് ഒരു വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് കല്ലും മണ്ണുമൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ ആ ഗ്യാപ്പിനകത്ത്, ആ ഇഷ്ടികയ്ക്കിടയിൽ അതിഥിയെ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എനിക്ക് തോന്നുന്നത് വ്യത്യസ്തനൊന്നുമല്ല, വ്യത്യസ്തരെ തേടിയുള്ള യാത്രയാണ് ഞങ്ങളുടെ യാത്ര. എന്തായാലും വ്യത്യസ്തനൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ഒരു അതിഥി തലയിട്ടിരിക്കുന്നു എന്നാണ്. അതെന്താണെന്നറിയില്ല. നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ആരാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞങ്ങൾ നിങ്ങളെയും പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങോട്ട് വിജയൻ റൈറ്റാണോ പോയാ? എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി. അദ്ദേഹം പറയുന്നത് സാധാരണ ഇവിടെ വരുന്ന പാമ്പുകളൊക്കെ അദ്ദേഹത്തെ കാണുമ്പം ഈ കെട്ടിനകത്ത് ഓടിക്കയറുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അത് പേടിച്ചിട്ട് ഓടിയത് ഈ ഒരു ഏരിയയിൽ ഇങ്ങനൊരു സ്പേസിൽ വന്ന് കയറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായിരിക്കും
എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കല്ലിളക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. നമ്മളിനി അദ്ദേഹത്തിന് സമയം കൊടുക്കുന്നില്ല. അദ്ദേഹം സമയം കൊടുത്തതിന് ചിലപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചിലപ്പോൾ ഇറങ്ങി അകത്തേക്ക് കൊണ്ടുപോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിന് സമയം കൊടുക്കാതെ അദ്ദേഹത്തിന് നമ്മൾ ഇളക്കി എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും നമ്മൾ വ്യത്യസ്തനെ തേടി വന്നുവെങ്കിലും വ്യത്യസ്തനല്ല എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുന്ന അതിഥിയാണെങ്കിലും പക്ഷേ ഒരു കാരണം ഞാൻ പറഞ്ഞു, ചൂട് നമുക്ക് പോലും ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല ഉൾക്കാടുകളിൽ, നമ്മുടെ കേരളത്തിൽ ഉൾക്കാടുകളിൽ പോലും വെള്ളമില്ലാത്തൊരു അവസ്ഥയാണ്. അതിന് കാരണം മൃഗങ്ങളല്ല, മനുഷ്യന്മാർ തന്നെയാണ്. കാടിനെ നശിപ്പിക്കുന്നതും എല്ലാ ജീവജാലങ്ങൾക്കും നാശം വിതയ്ക്കുന്നത് മനുഷ്യന്മാർ മാത്രമാണ്. എന്തായാലും കാട് നശീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് കാട്ടിനകത്ത് വെള്ളമില്ലായ്കയുള്ളത്. ഇപ്പോൾ പല ഫോറസ്റ്റുകളിലും വെളിയിൽ നിന്ന്, നദികളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഉൾക്കാടുകളിൽ മൃഗങ്ങൾക്ക് കുടിക്കാനായി വെള്ളം എത്തിക്കേണ്ട ഒരവസ്ഥ അങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പല ഫോറസ്റ്റ് ഏരിയകളിലും നാട്ടിൽ നദിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ടാങ്കർ ലോറികളിൽ ഉൾവനങ്ങളിലുള്ള മൃഗങ്ങൾക്ക് കുടിക്കാനായി വെള്ളം കൊണ്ടുപോയി ഒഴിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ നമ്മുടെ നാടിനെ, നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതുകൊണ്ടായിരിക്കാം ഇവയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വരുന്നതെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. എന്തായാലും ഇദ്ദേഹം വ്യത്യസ്തനല്ല. ഇദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പരിചയപ്പെട്ട അതിഥിയാണ്. ഇദ്ദേഹത്തിന് അധികം വയസ്സില്ല, പക്ഷേ എന്നാലും ഇദ്ദേഹത്തിന് പ്രായമുണ്ടെന്ന് പറയാൻ കാരണം 8 മാസത്തോളം മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. കാരണം പാമ്പുകളുടെ മുട്ടയിടൽ സമയമൊക്കെ ഒരു സമയമുള്ള ഒരു സീസണാണെന്ന് ഞാൻ എപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് പറയാറുണ്ട്. ഇത് ഏകദേശം കഴിഞ്ഞ മാർച്ചിലോ ഏപ്രിലോ മുട്ട വിരിഞ്ഞ അതിഥിയാണ്. മാർച്ചിലും മുട്ട വിരിഞ്ഞാലും മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, എന്തായാലും ഒരു 8 മാസത്തിലടുത്ത് ആയി കാണാം ഇദ്ദേഹത്തിന് പ്രായം. എനിക്ക് തോന്നുന്നു ഇവിടെയും ചൊറിയൻ തവളയെ പിടിക്കാനായി വന്നതായിരിക്കും. ഇവിടെ ചൊറിയൻ തവളയുടെ സാന്നിധ്യം ധാരാളമുണ്ട്. കാരണം അടുക്കളയുടെ ഭാഗമായതുകൊണ്ട്, അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളമൊക്കെ വീഴുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഈർപ്പം ഉണ്ടാവും. ആ ഈർപ്പമുള്ള സ്ഥലത്ത് തവളകളുണ്ടാവും. അവയെ പിടിക്കാനും വേണ്ടി വന്നതാണ് ഇവിടെ. അതുമാത്രമല്ല വെള്ളം കുടിക്കാനും ഇദ്ദേഹം ബാത്റൂമിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന ഭാഗത്തും അടുക്കളയുടെ വേസ്റ്റ് വെള്ളം പോകുന്ന ഭാഗത്തും ഒക്കെ ഈർപ്പമുള്ളതുകൊണ്ട് അവിടെയും ഇവയെ കണ്ടുവരുന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. 8 മാസത്തിന് താഴെ മാത്രം പ്രായമുള്ള ഈ കുഞ്ഞൻ അമ്മ അതിഥിയെ, ഇദ്ദേഹം ഫീമെയിലാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.